കുറെ നാളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു നറേറ്റീവ് ഉണ്ട്. ഈ മദ്രസ അധ്യാപകന്മാർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നു. ആദ്യം 35,000 രൂപ ശമ്പളം കൊടുക്കുന്നു എന്നൊക്കെയാണ് ഈ കർമ്മ കക്കൂസിലെ ഒരു അമ്മായിയൊക്കെ വന്നിരുന്നിട്ട് പറഞ്ഞത്. ഇപ്പം അതേ വാദം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ മലൻ TV-യുടെ നമ്പ്യാർക്ക് പോലും അപമാനമായിട്ടുള്ള ലെവൻ്റെ കീടാണ് വന്നിരുന്നുകൊണ്ട് വലിയ രീതിയിൽ അങ്ങോട്ട് കൊണയടിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്രസ അധ്യാപകന്മാർക്ക് 15,000 രൂപ ശമ്പളം, ഭാര്യമാർ പ്രസവിക്കുകയാണെങ്കിൽ 15,000, മക്കളെ കെട്ടിക്കാൻ 15,000, എന്തൊക്കെയോ ഇങ്ങനെ പിച്ചും പിടിയും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ അണ്ടിമുക്ക് ശാഖയിൽ കുണ്ടനടിച്ച് കിടന്ന് ഇവനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ സെപ്റ്റി ടാങ്കിൽ ഇരുത്തിയാൽ ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത്രത്തോളം വിവരമേ ഇവൻ്റെയൊക്കെ തലയ്ക്കകത്തുള്ളൂ. പക്ഷേ കേരളത്തിൽ ഒരു നിയമ സംവിധാനമുണ്ട്. ഇവരൊന്നും ഇതൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ ഇവരൊന്നും കേൾക്കുന്നില്ല. അത് കേട്ടിട്ട് കേൾക്കാതിരിക്കുകയാണോ എന്തോ നമുക്ക് മനസ്സിലാകുന്നില്ല. കുറെ നാളുകളായിട്ട് ഈ മുസ്ലിമിൻ്റെ നെഞ്ചത്തേക്ക് കയറലാണ് ഈ മലൻ TV-യും മലൻ TV-യുടെ കുറെ കീടാണുക്കളും കൂടി ഇരുന്ന് ഇങ്ങനെ അടുപ്പ് കൂട്ടി ചർച്ചയിൽ ഇരുന്നുകൊണ്ട് ശുദ്ധ തെമ്മാടിത്തരവും തെണ്ടിത്തരവും വിളിച്ച് പറയുന്നത്. ഇവന്റെ അച്ചിയുടെ സ്ത്രീധനം എടുത്തിട്ടാണ് ഈ മദ്രസയിലെ അധ്യാപകന്മാർക്ക് ശമ്പളം കൊടുത്തോണ്ടിരിക്കുന്നത്. ഇതുപോലെ തെമ്മാടിത്തരം പറയുന്നവരെന്ന് മാധ്യമ പ്രവർത്തകനെന്നല്ല നമ്മൾ വിളിക്കേണ്ടത്. ഇവനൊക്കെ വിളിക്കേണ്ട പേര് വേറെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാനിപ്പോൾ അത് തൽക്കാലം പറയുന്നില്ല. ഇവന്റെ ഇത് കൊണയടി എന്ന് കേട്ടതിന് ശേഷം ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ കൊടുക്കണം. കാളിയാണനുണ്ടല്ലോ, പുള്ളി ഒരു കറ തീർന്ന സംഖ്യയാണ്, നമുക്കറിയാം. പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ മറ്റു സംഖ്യകളെ അപേക്ഷിച്ച് കുറച്ച് വെളിവും ബോധത്തോടുകൂടിയൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് ഈ കാളി. ഞാൻ ഒരുപാട് വീഡിയോകൾ പുള്ളിയുടെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്, നല്ല കാര്യങ്ങൾക്ക് ഞാൻ അനുകൂലിച്ചും പറഞ്ഞിട്ടുണ്ട്. കാരണം നല്ലത് പറയുന്നത് ആരാണെങ്കിലും അത് നല്ലത് നമ്മൾ അംഗീകരിക്കണം. അപ്പം ഈ ചാണക സംഖ്യപ്പൊട്ടനും നല്ല കറതീർന്ന ഒരു RSSകാരനായിട്ടുള്ള കാളി കൊടുക്കുന്ന മറുപടി എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് കേട്ടു നോക്കണം. ആദ്യം ഈ തൊലിഞ്ഞവൻ എന്താ പറയുന്നതെന്നൊന്ന് കേട്ടോ. എന്തുകൊണ്ട് മദ്രസ അധ്യാപകർക്ക് 10,000 രൂപ ശമ്പളം, പെൻഷൻ, അതിൽ പ്രസവാനുകൂല്യം 15,000 രൂപ, മക്കളുടെ വിവാഹത്തിന് 15,000 രൂപ, മക്കൾ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണമെങ്കിൽ സർക്കാർ ഫ്രീ ആയിട്ട് പഠിപ്പിക്കും? ഞാൻ ഈ പ്രയാർ ഗവർണർ സാറിന് അറിയായിരിക്കും, സാറിന് പരിചയമുള്ളൂ. പ്രയാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു വന്ധ്യവയോധികനായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി എന്തോ ആയിക്കോട്ടെ, കേരളത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ക്ഷേത്രങ്ങളിലെ മതപാഠശാലകൾ നമുക്ക് ആവശ്യമാണ്, മതം പഠിക്കാനാണ് മതപാഠശാലകൾ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു പൊതു സദസ്സിലെത്തി പിണറായി വിജയൻ ആ വന്ധ്യവയോധികന മനുഷ്യനെ അപമാനിച്ചു. എന്തുകൊണ്ട് മതപാഠശാലകൾക്ക് ഇങ്ങനെ ഒരു ഓണറേറിയം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല? ഓണറേറിയം കൊടുക്കേണ്ട, പൈസ കൊടുക്കണ്ട. ഈ മതപാഠശാലകളിലെ വിദ്യാർത്ഥികൾ കൊടുക്കുന്ന 25-50 രൂപയും കൊണ്ടാണ് ഈ മതപാഠശാലകളിലെ അധ്യാപകരെ കൊടുക്കുന്നത്. ആ മതപാഠശാലകൾ നടത്താനുള്ള കൂത്തമ്പലങ്ങളും കൊട്ടിയമ്പലങ്ങളും വരെ അടച്ചുപൂട്ടി ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ. എന്നിട്ട് ഈ മതപാഠശാല കോമ്പൗണ്ടിന് പുറത്താക്കണം പറഞ്ഞു. ഇത് പറയാൻ ഇവന്മാർ ആരാണ്? അങ്ങനെ പറഞ്ഞവന്മാരുടെ പേരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെ അമ്പലങ്ങളെ തകർത്തവന്മാരുടെ പേരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇവന്മാരാണ് ക്ഷേത്ര ഭരണം നടത്താൻ പോകുന്നത്. ഇത് പറഞ്ഞ നീ ആരാടാ? നല്ല ഒന്നാന്തരം ചാണക പൊട്ടൻ, അല്ലാതെ നീ വേറെ ആരാ? നീ ആരാണ് ഈ മദ്രസയുടെ കാര്യത്തിലും അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിമിന്റെ ഒക്കെ നെഞ്ചത്ത് കയറാൻ? നിനക്ക് ആരാ അതിനൊരു ലൈസൻസ് തന്നത്? എടാ വൃത്തികേടും തെമ്മാടിത്തരവും പറയുന്ന പരനാറി ചെറ്റെ, നിന്നെ അങ്ങനെ തന്നെ വേണം അഭിസംബോധന ചെയ്യേണ്ടത്. കാരണം നീ ഈ ജനങ്ങളുടെ ഇടയിൽ ഈ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരത്തിൽ കുത്തിത്തിരിപ്പുമായിട്ട് ഈ സെപ്റ്റി ടാങ്കിനകത്ത് കയറി വന്നിരുന്നിട്ട് കൊണയടിക്കുമ്പോണ്ടല്ലോ, ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ നിന്റെ അണ്ണാക്കിൽ അടിച്ചേരുന്ന മറുപടിയാണ്. നിന്റെ കമന്റ് ബോക്സിൽ പോയി നോക്കിയാൽ നിനക്ക് കാണാൻ പറ്റും. ചുമ്മാ ഇങ്ങനെ വന്നിരുന്നുണ്ട് അപരമത വിദ്വേഷം പടർത്തുക. ഇതാണ് ഈ സെപ്റ്റി ടാങ്കിന്റെ ഒരു മെയിൻ അജണ്ട. സത്യത്തിൽ പന്നിപ്പടക്കം ഇവന്റെ അണ്ണാക്കിൽ വെച്ചിട്ട് പൊട്ടിക്കണം, അതാണ് ചെയ്യേണ്ടത്. എടാ, മദ്രസ അധ്യാപകന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് അതാത് മഹലിൽപ്പെട്ടിട്ടുള്ള വീടുകളിൽ നിന്നും പള്ളിക്ക് കൊടുക്കുന്ന ഒരു ചെറിയ വരുമാനം, ആ വരുമാനത്തിൽ നിന്നാണ് ഇവിടുത്തെ മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുക. പിന്നെ അവരൊക്കെ ഈ ക്ഷേമനിധി പെൻഷനിലൊക്കെ അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് ചേർന്നവരുണ്ട്. അവർക്കൊക്കെ സർക്കാരിന്റെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എടാ, മതം പഠിക്കാത്തതിന്റെ കുറവാണ് നീ ഇപ്പൊ ഇങ്ങനെ വന്നിരുന്നുണ്ട് ഈ തെണ്ടിത്തരവും തെമ്മാടിത്തരവും പറഞ്ഞത്. നല്ല രീതിയിൽ കുട്ടികൾക്ക് അവനവന്റെ മതം വൃത്തിയും വെടുപ്പിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ സമയത്ത് അണ്ടിമുക്ക് ശാഖയിൽ ട്രൗസർ ഇട്ട് വടിയിറക്കാൻ പോയാൽ ഇതായിരിക്കും അനുഭവം. എന്തായാലും നമ്മുടെ കാളിയണ്ണൻ കൊടുക്കുന്ന മറുപടി അതൊന്ന് കേൾക്കാം. എന്തുകൊണ്ട് മദ്രസ അധ്യാപകർക്ക് 10,000 രൂപ ശമ്പളം, പെൻഷൻ, അതിൽ പ്രസവാനുകൂല്യം 15,000 രൂപ, മക്കളുടെ വിവാഹത്തിന് 15,000 രൂപ, മക്കൾ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണമെങ്കിൽ സർക്കാർ ഫ്രീ ആയിട്ട് പഠിപ്പിക്കും? ഞാൻ ഈ പ്രയാർ ഗവർണർ സാറിന് അറിയായിരിക്കും, സാറിന് പരിചയമുള്ളൂ. പ്രയാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു വന്ധ്യവയോധികനായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി എന്തോ ആയിക്കോട്ടെ, കേരളത്തിലെ മദ്രസ അധ്യാപകർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ചുമ്മാ ഒരു സംസാരം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നില്ല. പിന്നെ സാധാരണ എല്ലാവർക്കും കിട്ടുന്ന പോലെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. സർക്കാർ ഒരിക്കലും മദ്രസ അധ്യാപകർക്കോ അല്ലെങ്കിൽ
ഈ മതപഠനമായി ഉള്ള ഒരു വിഷയത്തിലും ശമ്പളം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കുറേ കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് ശരിയല്ല, തെറ്റാണ്. അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വിവരം. ഇനി അങ്ങനെ ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റുന്ന എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിവുകളുണ്ടെങ്കിൽ എനിക്ക് അയച്ചൊന്നുള്ളൂ കേട്ടോ, ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. ഇത് വെറുതെ ഒരു ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ ഇടയിലൊരു വെറുതെ ഞങ്ങൾക്കൊന്നുമില്ലല്ലോ അവർക്ക് മാത്രം എന്തിനു കൊടുക്കുന്നു എന്നുള്ളൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കുന്ന ഒരു സാധനം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരിക്കലും പോസിബിൾ അല്ല അത്. ക്ഷേമനിധിയായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സർക്കാർ സാധാരണ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷേ ശമ്പളം കൊടുക്കുന്ന മഹല്ല് കമ്മിറ്റി അല്ലെങ്കിൽ ട്രസ്റ്റുകൾ അങ്ങനെയൊക്കെയാണ് ശമ്പളം കൊടുക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ആലോചിച്ച് നിങ്ങൾ മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ സർക്കാർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കോടി രൂപ വേണം? കേരളത്തിൽ എത്ര മദ്രസകളുണ്ട്, എത്ര മദ്രസ അധ്യാപകരുണ്ട്? അത് പോസിബിൾ അല്ല. വെറുതെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതെനിക്ക് തോന്നുന്നു ക്ഷേമനിധി 50 രൂപ, മദ്രസ അധ്യാപകർ 50 രൂപ, മാനേജ്മെന്റുമാണ് തോന്നുന്നു സർക്കാരിൽ അടയ്ക്കേണ്ടത്. ഈ പ്രതിമാസം 100 രൂപ സർക്കാരിലോട്ട് അടച്ചിട്ട്, അതായത് 50 രൂപ മദ്രസ അധ്യാപകനും 50 രൂപ മാനേജ്മെന്റും അങ്ങനെ 100 രൂപ അടച്ചിട്ട് ഈ മദ്രസ അധ്യാപകർക്ക് അവരുടെ ഭാര്യമാർക്ക് പ്രസവത്തിന്റെ കാര്യത്തിൽ ശുശ്രൂഷ കാര്യങ്ങൾ, ചെലവ്, കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് സത്യം തന്നെയാണ്, അതില്ല എന്ന് പറയാൻ പറ്റില്ല. അത് മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതിന് അങ്ങനെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടന്നിട്ടുണ്ടോ? ഈ പറഞ്ഞ പോലെ ചർച്ചിലെ അച്ഛന്മാർക്കോ അല്ലെങ്കിൽ അമ്പലത്തിലെ പൂജാരിമാർക്കോ അവർക്കൊക്കെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. വെറുതെ അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും കിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മളതിനു വേണ്ടി അപേക്ഷ വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾക്കിത് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇനി നമ്മളെങ്കിൽ ഹിന്ദുക്കോ ക്രിസ്ത്യാനികൾക്കോ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ താല്പര്യത്തിരിക്കുന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ആരൊക്കെയാണെന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരെ കഴിവുകേടായിട്ടാണ് അതിനെ കാണേണ്ടത്. ഇവരുടെ ആവശ്യങ്ങൾ ഗവൺമെന്റിൽ പറഞ്ഞ് അവരത് വാങ്ങാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ കഴിവുകേടാണ്. അത് നമുക്കൊന്നും പറയാനില്ല, അല്ലെങ്കിൽ പറഞ്ഞിട്ടും കാര്യമില്ല. അതായത് ഹൈന്ദവ സമൂഹത്തിനോടും ക്രൈസ്തവ സമൂഹത്തിനോടും കടപ്പാടുള്ള അല്ലെങ്കിൽ ആ മതത്തിനോട് താല്പര്യമുള്ള അല്ലെങ്കിൽ ആ മതത്തെ വിശ്വസിക്കുന്ന ആളുകൾ തലപ്പത്തുണ്ടായി കഴിഞ്ഞാൽ മുസ്ലിങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുന്നു ആ മാറ്റങ്ങളൊക്കെ ക്രിസ്ത്യാനിയിലും ഹിന്ദുവിലും ഉണ്ടാവും. അല്ലാതെ അവർക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കരുതിയിട്ട് എന്താ കാര്യം? നമ്മുടെ ആൾക്കാരെ തന്നെ ശ്രമിക്കുന്നില്ല എന്നുള്ളതല്ലേ, അതല്ലേ സത്യം. അണ്ണ ഈ പറഞ്ഞ കാര്യത്തിനോട് 100% ഞാൻ അണ്ണനോട് യോജിക്കുന്നു. കേരളത്തിലായിക്കോട്ടെ, ഇന്ത്യയിലായിക്കോട്ടെ, ഇവിടുത്തെ മുസ്ലിം മതപഠനശാലകളിലെ അധ്യാപകന്മാർക്ക് 10 പൈസ സർക്കാർ കൊടുക്കുന്നില്ല എന്നുള്ളത് പകൽ പോലെ സത്യമാണ്. പക്ഷെ ഇതുപോലെ പച്ച നുണയും വൃത്തികേടും വന്ന് വിളിച്ചു പറയുന്ന ഇവനെ പോലുള്ള ഓളികളെയൊക്കെ വിളിച്ച് ഈ ചാനലിനകത്ത് കയറ്റിയിരുത്തിയിട്ട് അതിൻ്റെ സൽപ്പേരേ ഇല്ല, ഒന്നും കൂടെ അത് കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നമ്പ്യാരേട്ട. അല്പമെങ്കിലും ഉളുപ്പോ മാനവോ ഉസുറോ പുളിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാണകത്തെയൊക്കെ ചവിട്ടി പുറത്താക്കിയിട്ട് തലയ്ക്കകത്ത് വല്ല വിവരമുള്ളതിനെയൊക്കെ വിളിച്ച് ആ ചാനലിനകത്ത് ഇരുത്ത്. നിങ്ങൾ ഈ വിദ്വേഷം പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സാധനം തുറന്നു വെച്ചിരിക്കുന്നത്. ഇവനൊക്കെ എന്ത് ജന്മമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. മദ്രസ അധ്യാപകർക്ക് 10,000, അവരുടെ ഭാര്യമാർ പ്രസവിച്ചാൽ 15,000, അവരുടെ കുട്ടികളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നു. ഇതൊക്കെ ഏത് ലോകത്താടാണ് നീയൊക്കെ ഈ ജീവിക്കുന്നത്? ഇവനൊക്കെ മഹാദുരന്തമാണ് കേട്ടോ കേരളത്തിൻ്റെ. ഈ കേരളത്തിലെ പൊതുസമൂഹം ഉണ്ടല്ലോ, ഇതിനൊക്കെ ശക്തമായി പ്രതിഷേധിക്കണം. നമ്മുടെ നിയമ സംവിധാനങ്ങളുണ്ട്. ഇതുപോലത്തെ വിവരക്കേടും തെണ്ടിത്തരമൊക്കെ വന്ന് വിളിച്ച് പറയുമ്പോൾ കൃത്യമായിട്ട് അതൊക്കെ ഒരു അന്വേഷണം നടത്തിയിട്ട് ഇതുപോലുള്ള ഊളകളെയൊക്കെ പിടിച്ച് പല ഊളംപാറയ്ക്കകത്ത് കൊണ്ടിടണം. കാരണം ഇവൻ്റെയൊക്കെ തലയ്ക്കകത്ത് മുഴുത്ത വട്ട, അല്ലാതെ വേറൊന്നുമല്ല. കുറെ നാളായിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് തെമ്മാടിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. മദ്രസയിൽ അത് കൊടുക്കുന്നു, അവിടെ ഇവിടെ കൊടുക്കുന്നു, മറ്റടുത്ത് മറിച്ച് കൊടുക്കുന്നു. ഇവൻ്റെ അമ്മായിയപ്പൻ്റെ സ്വത്തെടുത്തിട്ടാണ് തോന്നി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മദ്രസ ആയിക്കോട്ടെ, സൺഡേ ക്ലാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി ഹിന്ദു ദേവാലയങ്ങളായിക്കോട്ടെ, ഇവിടെയൊക്കെ മതം പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ശമ്പളം കൊടുക്കുന്നത് അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ആളുകളിൽ നിന്നും മേടിക്കുന്ന തുച്ഛമായ കാശ് കൊണ്ടാണ് ഇവരൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാണല്ലോ, എൻ്റെ പിടിവിട്ടു. എന്തായാലും കാളിയണ്ണൻ കൊടുത്ത മറുപടി തൃപ്തികരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കത് തൃപ്തികരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ അണ്ണാക്കിൽ പന്നിപ്പടക്കം പൊട്ടുന്ന മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും